നമസ്കാരം. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മൾ നിലവിൽ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള കാലം, കാരണം കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ധാരാളം ആത്മസുഹൃത്തുക്കൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതായത് നമുക്ക് ഇനിയെങ്കിലും നമ്മൾ രക്ഷപ്പെടുമോ, ഇനിയെങ്കിലും ജീവിതത്തിലൊരു മാറ്റം വരുമോ എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യം തന്നെ നിങ്ങളോട് ഒരു നന്ദി രേഖപ്പെടുത്താനുള്ളത്, ജ്യോതിഷ കൈരളിയിലേക്ക് സുസ്വാഗതം. നിങ്ങൾ തരുന്ന സപ്പോർട്ട്, നിങ്ങളുടെ ഒരു എന്താ പറയുക, ലൈക്കും സബ്സ്ക്രിപ്ഷനും ഒക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാം ഈ ഒരു അനുഗ്രഹമാണ് നമുക്കൊരു പ്രപഞ്ചശക്തിയുടെ ഈശ്വരാനുഗ്രഹമായി പ്രതിഫലിക്കുന്നത്. നമ്മൾ മേടക്കൂറിൻ്റെ ഇനി വരുന്ന കുറച്ച് കാലത്തെ ഒരു ചേഞ്ച്, അതായത് ഇതുവരെ നമുക്ക് കുറച്ച്, അതായത് മേടക്കൂറുകാരെ സംബന്ധിച്ച് നമുക്ക് പൊതുവിൽ അറിയാം, അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കാലമായിട്ട് സമയം അത്ര അങ്ങോട്ട് നന്നായിരുന്നില്ല എന്ന് പറഞ്ഞാൽ കാരണം വേറെ ഒന്നുമല്ല, മേടക്കൂറുകാരെ സംബന്ധിച്ച് 7.5 ശനി തുടങ്ങിയതിൻ്റെയും പിന്നെ വ്യാഴം അനിഷ്ടസ്ഥാനത്തായതിൻ്റെയും അതുകൂടാതെ അവരുടെ 5-ാം ഭാവത്തിൽ, അതായത് അവർ തീരുമാനം എടുക്കേണ്ട, അവരുടെ ബുദ്ധി പ്രവർത്തിക്കേണ്ട സ്ഥാനത്തൊക്കെ കേതു വന്നതിൻ്റെയൊക്കെ ഒരു അനിഷ്ടം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിന് നമ്മൾ ഇനി അങ്ങോട്ട് ഉള്ള കാലഘട്ടം എങ്ങനെ നമുക്ക്, അതായത് എപ്പോഴും ആ ഗ്രഹമാറ്റം, അതായത് ശനിമാറ്റം അതുപോലെ തന്നെ വ്യാഴമാറ്റമൊക്കെ വന്ന ആ സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു നമ്മളെ ഒരു പിന്നെ തടസ്സങ്ങളും ആ ഒരു പിന്നെ കാലതാമസവും പിന്നെ പല കാര്യങ്ങളിലും നമുക്ക് പിന്നീട് മാറ്റിവെക്കേണ്ടി വരുന്നതായ അവസ്ഥകളൊക്കെ ക്രമേണ മാറുന്നൊരു സമയമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വലിയ തടസ്സങ്ങളിലേക്ക് പോകുന്നില്ല, ക്രമേണ കൊണ്ട് നമ്മൾ വീണ്ടും മെല്ലെ മെല്ലെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹം വരാൻ പോകുന്നത്. ഇപ്പോൾ ഈ വ്യാഴം 3-ൽ നിൽക്കുന്നതാണ് അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദക്കാരെ സംബന്ധിച്ചുള്ള ഇപ്പോഴത്തെ പ്രതിസന്ധി. കാരണം വ്യാഴം 3-ൽ അത്ര നന്നല്ല, 3-ാം സ്ഥാനം മാത്രമല്ല 12-ാം ഭാവാധിപത്യം കൂടെ ഉള്ളതുകൊണ്ട് ഒരുപാട് കഷ്ടനഷ്ടങ്ങളും പിന്നെ അല്ലെങ്കിൽ നമുക്കൊരു പല കാര്യങ്ങളും ധനപരമായിട്ട് എല്ലാ വ്യക്തികളുടെയും പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ധനവും ജോലിയും പിന്നെ നമ്മുടെ ബിസിനസ്സിലെ ഡെവലപ്മെൻറ്റും ഒക്കെയാണ്. ഇതിനകത്തൊക്കെ കുറേ ഒരു സ്ലോ ആയ ഒരു അവസ്ഥയാണിപ്പോൾ. അതിൽ നിന്നൊരു ക്രമേണ ഒന്ന് മുന്നോട്ട് നീങ്ങുന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജ്യോതിഷം എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിൻ്റെ ഒരു അവസാന വാക്കല്ല. ജ്യോതിഷം ഞാൻ പല വീഡിയോകളിലും പറയാറുണ്ട്. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു യാത്ര പോകുമ്പോൾ, ജീവിതയാത്ര പോകുമ്പോൾ നമുക്കൊരു ഗൈഡ് ലൈൻ, പോകുന്ന വഴികളിൽ എവിടെയൊക്കെ കുണ്ടും കുഴിയുണ്ട്, എവിടെയൊക്കെ അപകടങ്ങളുണ്ട്, എവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള നമ്മളെ ജാഗ്രത പുലർത്താൻ നമുക്കൊരു സൂചന നൽകുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ട് പോകുമ്പോൾ, കാരണം ജ്യോതിഷത്തെ പറയുന്നത് തന്നെ വേദചക്ഷുസ് എന്നാണ്, അതായത് വേദത്തിൻ്റെ കണ്ണെന്നാണ്. അതായത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കണ്ണ് തുറന്ന് കണ്ട് മുന്നോട്ട് ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് പോകാനുള്ളൊരു മാർഗം. അപ്പോൾ അതിൽ നമ്മൾ ജ്യോതിഷം, ഇപ്പോൾ നമ്മുടെ ഒരു നല്ല ശതമാനം ഈ കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, നല്ലൊരു ശതമാനം ആൾക്കാരും ജ്യോതിഷത്തിൽ പറയുന്ന ആ ഫലങ്ങൾ പിന്നെ അതിലുപരി കുറേ താന്ത്രികമായ പരിഹാരങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. അത് തെറ്റാണ്. കാരണം നമുക്ക് ജ്യോതിഷത്തിലായിരുന്നാലും താന്ത്രിക പരിഹാരങ്ങളിലായിരുന്നാലും ഞാൻ എപ്പോഴും പറയാനുള്ളത് താമ്പാതി ദൈവം പാതി എന്നാണ്. നമുക്ക് ദൈവാധീനം വർദ്ധിപ്പിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ള സൂചനകൾ ജ്യോതിഷം തന്നാലും ദൈവാധീനം വർദ്ധിപ്പിച്ചാലും ബാക്കി താൻ പാതി എന്ന് പറയും. അതായത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ വ്യക്തികളെ സംബന്ധിച്ച് നമുക്ക് 2 തരം, അതായത് ജ്യോതിഷം തരുന്ന ഭാവി സൂചനകൾ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ പറയാം നമ്മുടെ വരും വരായികളെക്കുറിച്ചുള്ള നമ്മുടെ വിധി എന്ന് പറയാം. ആ വിധിയെക്കുറിച്ചുള്ള സൂചനകളും ഒപ്പം തന്നെ നമ്മുടെ ഒരു ഫ്രീ വില്ലുണ്ട്, ആ വില്ലും കൂടി കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മളിതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത്. അതിനാണ് താമ്പാതി ദൈവം പാതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പിന്നെ വിധി എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ നമ്മുടെ ഈ ജാതകം നോക്കുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിഷ്ടം വരാവുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് കേതു ദശയോ അല്ലെങ്കിൽ കേതു അപഹാരമോ ഒക്കെ വരുമ്പോഴാണ്. ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ ഇത് അത്ര വലിയ കാഠിന്യം ഉണ്ടാവില്ല.
പക്ഷേ ഈ കേതു അങ്ങനെയല്ല. കേതു നമുക്ക് ഈ മുറിവ്, ചതവ്, വീഴ്ച ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതുപോലെ തന്നെ ഇപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് 5-ലാണ് കേതു നിൽക്കുന്നത്. 5 എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രജ്ഞ, മേധാ, പ്രതിഭ. നമുക്ക് അബദ്ധങ്ങളിൽ പോയി ചാടും, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം തെറ്റായി വരും, തീരുമാനം എടുക്കാൻ നമുക്ക് വൈകല്യം ഉണ്ടാവും. ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ വില്ല് അവിടെ അപ്ലൈ ചെയ്യുക. ഫ്രീ വില്ലെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കേതു ദശയാണ് അല്ലെങ്കിൽ കേതു അപഹാരമാണ് നമുക്കിപ്പോൾ നടക്കുന്നത്. പൊതുവിൽ ജാതകാലം കുറച്ച് സമയം മോശമാണെന്ന് പറയുന്നു. നമ്മളെന്ത് ചെയ്യും? അയ്യോ അതുകൊണ്ടൊന്നും ചെയ്യേണ്ടെന്നല്ല, ആ ചെയ്യുന്നിടത്തല്ല നമ്മൾ കുറച്ച് സൂക്ഷ്മമായിട്ടുള്ള ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുക. അതായത് ഇപ്പോൾ കേതു ദിശയിൽ വെള്ളം ഉള്ള സ്ഥലത്ത് പോകുമ്പോൾ വഴി വീഴാതെ സൂക്ഷിക്കുക. നമ്മൾ ധൃതിയും വെപ്രാളവും കുറയ്ക്കുക. നമ്മൾ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തുക. പിന്നെ ആ പീരീഡുകളിൽ നമ്മൾ ദൈവാധീനം വർദ്ധിപ്പിക്കുക. ദൈവാധീനം മീൻസ് നമ്മുടേതായ ഏത് മതത്തിലായിരുന്നാലും നമ്മുടേതായ മതപരമായ പ്രാർത്ഥനകൾ, നമ്മുടെ പ്രാർത്ഥനാലയങ്ങളുടെ ദർശനങ്ങൾ, ഒരു മെഡിറ്റേഷനോ കുറച്ച് ഒരു ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന പോസിറ്റീവ് എനർജി തരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അനാവശ്യമായ നെഗറ്റീവായ കൂട്ടുകെട്ടുകളിൽ നിന്ന്, നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്ന ഒരാളിനെ ഇതൊന്നും ബാധിക്കത്തില്ല. ഇത് 100% അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത്? ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഗ്രഹദോഷങ്ങളൊക്കെ ഒരു പരിധി, അതായത് ജ്യോതിഷം തന്നെ പറയുന്നത് ഒട്ടൊക്കില്ല എന്നാണ്. അതായത് പാതിയാണ്. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ പകുതി പറയുമ്പോൾ ബാക്കി പകുതി നമ്മുടെ ഫ്രീ വില്ലും നമ്മുടെ ശ്രദ്ധയും കൊണ്ട് നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയണം. ഇതിന് പകരം ഞാൻ പലരും വിളിക്കുമ്പോൾ പറയുന്നതാണ്, സാറേ ഞാൻ ഇങ്ങനെ പിന്നെ നമ്മുടെ അടുത്തുള്ള ഒരു താന്ത്രികനെ കൊണ്ട് 50,000 രൂപയുടെ പൂജ ചെയ്തു, 1.5 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞ മാസം വീട്ടിലെ എല്ലാ പൂജകളും ചെയ്യിച്ചതേ ഉള്ളൂ, അതിലൊന്നും ഒരു കാര്യവുമില്ല. ആ പൂജകൾ ചെയ്യിച്ച് നിങ്ങൾ കുറേ കാശ് കളയാനല്ല പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യുകയും നിങ്ങൾ പിന്നെ വേണ്ടത് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനാലയത്തിൽ പോവുക, ആരാധനാലയത്തിൽ പോവുക, അത് തെറ്റല്ല. അവിടെ നമ്മളാൽ കഴിയുന്ന ലഘുവായ നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമുക്കിപ്പോൾ 100 രൂപയുണ്ടെങ്കിൽ അതിന് 5 രൂപ ദാനധർമ്മങ്ങൾക്ക്, ഈശ്വര കാര്യങ്ങൾക്ക് മാറ്റിവെക്കാം. അങ്ങനെ ചെയ്യാം. 2, നമ്മുടെ ജാതകാൽ പൂർവ്വജന്മദോഷങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിന് ജീവിതത്തിൽ ഒറ്റ തവണ പരിഹാരം ചെയ്യണം. ഞാൻ എല്ലാ ക്ലയൻസിനോടും പറയാറുണ്ട്. കാരണം നമ്മൾ പൂർവ്വജന്മദോഷങ്ങളാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ അനുഭവങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്. അതിന് പരിഹാരം ചെയ്താൽ ഒരു പരിധി വരെ പിന്നെ നമ്മുടെ പരിശ്രമം വിജയിക്കും. ഇത് നമ്മൾ പരിശ്രമിച്ചാലും വിജയിക്കാത്തതിന് കാരണം അതാണ്. പിന്നെ പൂർവ്വജന്മദോഷം ജീവിതത്തിൽ ഒറ്റത്തവണ മാറ്റിയെന്ന് വിചാരിച്ചും പിന്നെ ഒരു പോറ്റിയെ കൊണ്ട് അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോയി 1 ലക്ഷം രൂപ മുടക്കിയിട്ടോ അല്ലെങ്കിൽ 100 ദിവസം കണ്ടിന്യൂസ് ഇന്ന പൂജ ചെയ്തിട്ടോ എൻ്റെ ജീവിതത്തിൽ പരിഹാരം വരണമെന്ന് വെച്ചാൽ വരില്ല. നമ്മളെപ്പോഴും നമ്മുടെ പിന്നെ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യുകയും ഒപ്പം തന്നെ ദൈവാധീനം ഒരു സപ്പോർട്ടാണ്. അതിനുവേണ്ടി അമിതമായി പണം മുടക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. എന്തായാലും മേടക്കൂറുകാരെ സംബന്ധിച്ച് തീരെ കഷ്ടമായിരുന്ന അവസ്ഥകളൊക്കെ മാറിക്കഴിഞ്ഞു. നിങ്ങൾക്ക് കടങ്ങൾ മാറി വരികയും നിങ്ങൾക്ക് ജീവിതത്തിലൊരു ചേഞ്ചും വരുന്നൊരു സമയം വന്നിട്ടുണ്ട്. എന്തായാലും 2026 മാർച്ചിൽ വ്യാഴം മാറുന്നത് നിങ്ങൾക്ക് കുറേ കൂടെ ഗുണമായിട്ട് വരും. അതിനു മുമ്പ് ചേഞ്ച് വരികയാണ്. തീർച്ചയായിട്ടും അത് ഗുണകരമായിട്ട് വരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ജ്യോതിഷ കൈരളി ചാനലിൻ്റെ നന്ദി, നമസ്കാരം. ഇതിൻ്റെ താഴെയായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾക്കും കൺസൾട്ടിങ്ങിനും വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അങ്ങനെ ആവട്ടെ. ഹരേ കൃഷ്ണ, നമസ്തേ.